അരണ്യകാണ്ഡം 22 സർഗം ഖരപ്രയാണം. ശൂർപ്പണഖയാൽ ഇപ്രകാരം ശകാരിക്കപ്പെട്ട ഖരൻ രാക്ഷസന്മാരുടെ സമക്ഷം പരുഷമായിട്ട് ഈ വിധം പറഞ്ഞു: നിനക്കേർപ്പെട്ട അപമാനം മൂലം എനിക്കുണ്ടായ കടുത്ത കോപം കടൽ വെള്ളത്തെ എന്ന പോലെ തടുക്കാവതല്ല. ആയുസറ്റ രാമനെ വീരനായ മനുഷ്യനായി ഞാൻ എണ്ണുന്നില്ല. താൻ ചെയ്ത ദുശ്ചരിതം കാരണം അവനിന്ന് കൊല്ലപ്പെട്ട് പ്രാണൻ വെടിയും. കണ്ണീരടക്കുക, സംഭ്രമം വിടുക. ഞാനിന്ന് രാമനെയും തമ്പിയെയും കാലിനൂർക്കയക്കും. സഹോദരി, എൻ്റെ വെൺമഴുവേറ്റ് മണ്ണിൽ വീണ രാമൻ്റെ ചുടുചെഞ്ചോര നീ ഇന്ന് പാനം ചെയ്യും. ഖരൻ്റെ വായിൽ നിന്ന് വീണ വാക്ക് കേട്ട് മോദമാർന്ന അവൾ മൂഢതയാൽ രക്ഷോപരനായ ഖരനെ വാഴ്ത്തി. നേരത്തെ ശകാരിക്കപ്പെട്ടവനും ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവനുമായ ഖരൻ സേനാപതിയായ ദൂഷനോട് ആജ്ഞാപിച്ചു: എൻ്റെ ഹിതാനുവർത്തികളും ശീഘ്രഗാമികളും പോരിൽ പിന്തിരിയാത്തവരും കാർമുകിൽ നിറമാർന്നവരും ഹിംസാവിഹായികളും എന്തും ചെയ്യാൻ പോകുന്നവരുമായി ഹേ സൗമ്യ, 14,000 രാക്ഷസന്മാരുണ്ടല്ലോ. അവരെയെല്ലാം പോരിനൊരുക്കുക. വേഗം തേരും വില്ലും ശരങ്ങളും വിചിത്രങ്ങളായ വാളുകളും നിശിതങ്ങളായ പലതരം വേലുകളും കൊണ്ടുവരിക. ദുർവിനീതനായ രാമനെ കൊല്ലാൻ വമ്പരായ പൗലുസ്ത്യരുടെ മുമ്പിൽ പോകാൻ ഹേ രണവീര ഞാൻ ആഗ്രഹിക്കുന്നു. ഖരന്റെ ആജ്ഞ അനുസരിച്ച് ദൂഷണൻ നല്ല ശബ്രാശങ്ങളെ പൂട്ടിയ അർക്കവർണമായ മഹാരഥം കൊണ്ടുവന്നു. ധ്വജവും വാളുകളുമാർന്നതും കിങ്കിണി ശോഭിതവും സദസ്യങ്ങൾ പൂട്ടിയതുമായ രഥത്തിൽ ഖരൻ സാമർഷം ആരോഹണം ചെയ്തു. രഥചർമായുധധ്വജങ്ങളോടുകൂടിയ ആ മഹാസൈന്യത്തെ നോക്കി ഖരൻ പുറപ്പെടുവിൻ എന്ന് ആജ്ഞാപിച്ചു. ഘോരായുധധരായ ആ രാക്ഷസർ ഉടൻ തന്നെ വലിയ ഇരുമ്പുമോടെ യാത്രയായി. ഗദ, വാൾ, മുസലം, വജ്രം തുടങ്ങിയ ആയുധങ്ങളുമേന്തി ഖരചിത്താനുവർത്തികളായ 14,000 ഘോര രാക്ഷസന്മാർ ജനസ്ഥാനത്തു നിന്നും പോരിനായി പുറപ്പെട്ടു. അവർ പുറപ്പെട്ടത് കണ്ട് ഖരന്റെ തേരും പിന്നാലെ മെല്ലെ ചെന്നു. പൊന്നണിഞ്ഞ നാനാവർണാഞ്ചിതങ്ങളായ കുതിരകളെ ഖരന്റെ ഇച്ഛയനുസരിച്ച് സാരഥി തെളിച്ചു. ദിബുഘാതകനായ ഖരന്റെ തേർ വേഗം തെളിക്കപ്പെട്ടപ്പോൾ അത് വിദിക്കുകളെയും മാറ്റൊലി കൊണ്ട് മുഴങ്ങി. കാലിനെ പോലെ ശത്രുവധത്തിന് ബന്ധപ്പെട്ട ഖരസന്നനായ ഖരൻ അതികോപത്തോടെ സാരഥിയെ കാർമുകിൽ കൽമാരിയെ എന്ന പോലെ തിടുക്കപ്പെടുത്തി. അരണ്യകാണ്ഡം 23 സർഗം ദുർദുമിത്ത വർണ്ണനം. പോരിനിറങ്ങിയ പടയുടെ മേൽ കഴുത നിറമാർന്ന കാർമുകിൽ പേമാരിയായി ചോര നീർപൊരിഞ്ഞു. തേരിന് കെട്ടിയ വേഗമേറിയ കുതിരകൾ പൂവിതറിയ നിരന്ന പാതയിലിടറി വീണു. കതിരോന് ചുറ്റും വക്കു ചുവന്ന കറുത്ത പരിവേഷം അലാത ചക്രം പോലെ കാണായി. പൊൻകാലിന്മേൽ പാറിപ്പറക്കുന്ന കൊടിയിന്മേൽ ഘോരനായ ഒരു പെരിയ കഴുകൻ വന്നിരിപ്പായി. ഖരസനങ്ങളും മാംസബുക്കുകളുമായ മൃഗങ്ങളും പക്ഷികളും ജനസ്ഥാന സമീപം കൂട്ടം ചേർന്ന് വന്ന് വികൃത ശബ്ദങ്ങൾ മുഴക്കി. വെളിച്ചമുള്ള ഇടങ്ങളിൽ ഭയങ്കരന്മാരായ കുറുക്കന്മാർ അരക്കന്മാർക്ക് അമംഗളം കുറിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഓരിയിട്ടു. ചിറകറ്റ പർവ്വതങ്ങളെ പോലെയുള്ള ചെന്നീർ പൊഴിക്കുന്ന കൊടിയ മുകിൽമാലകൾ കൊണ്ട് മാനം മൂടി. എങ്ങും കൂരിരുൾ പരന്നു. ദിക്കൊന്നും തിരിച്ചറിയാതെയായി. അന്തിയാവാതെ വാനം നിറമാണ്ടു. ഖരനെ നോക്കി ഘോരങ്ങളായ മൃഗങ്ങളും ഖഗങ്ങളും അലറിയാർത്തു. കഴുകന്മാരും കുറുക്കന്മാരും രുദ്രങ്ങളും ഭയസൂചകങ്ങളായി കരഞ്ഞു. ഭയങ്കരന്മാരായ കുറുക്കന്മാർ എപ്പോഴും പോരിൽ അശിവം കുറിക്കുന്നവയാകുന്നു. അവ സേനയെ നോക്കി തീ പറക്കുന്ന വായു കൊണ്ട് ഓരിയിട്ടു. സൂര്യസമീപം പരിഖതുല്യമായ ഒരു കബന്ധം കാണപ്പെട്ടു. വാവിലല്ലാതെ രാഹു സൂര്യനെ ഗ്രസിച്ചു. കൊടുങ്കാറ്റടിച്ചു. കതിരോന്റെ പ്രഭയേറ്റു. രാവാവാതെ താരകൾ മിന്നാമിനുകൾ പോലെ തിളങ്ങി. പൊയ്കകളിൽ താമരകൾ ഉണങ്ങി. മീനുകളും പക്ഷികളും ഒതുങ്ങി. തേരിലിരുന്നലറുന്ന ഖരന്റെ ഇടത് കൈ തുടിച്ചു. ഒച്ചയടഞ്ഞു. എങ്ങോട്ട് നോക്കുമ്പോഴും കണ്ണിൽ നിറഞ്ഞു. അവന് തലകുത്തു പിടിച്ചു. എന്നിട്ടും അന്ധത മൂലം അവൻ പിൻവാങ്ങിയില്ല. പോരിത്തരിപ്പിക്കുന്ന ആ ദുർനിമിത്തങ്ങൾ കണ്ട് ഖരൻ ചിരിച്ചുകൊണ്ട് രാക്ഷസന്മാരോടായി പറഞ്ഞു: ഇക്കാണുന്ന ഘോരങ്ങളായ ദുർനിമിത്തങ്ങളെ ബലവാൻ ദുർബലനെ എന്ന പോലെ വീര്യമൂലം ഞാൻ വകവയ്ക്കുന്നില്ല. താരകളെപ്പോലും ഞാൻ കൂരമ്പ് കൊണ്ട് വിണ്ണിൽ നിന്ന് വീഴ്ത്തും. കോപം വന്നാൽ ഞാൻ മൃത്യുവിനെയും ഹനിക്കും. ബലമത്തനായ രാമനെയും അവന്റെ തമ്പി ലക്ഷ്മണനെയും കൂരമ്പുകൾ കൊണ്ട് കൊല്ലാതെ ഞാൻ മടങ്ങുകയില്ല. രാമലക്ഷ്മണന്മാർക്ക് ആപത്ത് വന്നത് ആർമൂലമോ അവൾ എൻ്റെ പെങ്ങൾ. അവരുടെ ചോര കുടിച്ച് സംതൃപ്തയാകട്ടെ. പോരിൽ എനിക്കൊരിക്കലും പരാജയം പറ്റിയിട്ടില്ല. നിങ്ങൾക്കിത് നേരിട്ടറിയാം. പൊയ് പറയുകയല്ല ഞാൻ. മൊത്തമാതങ്കമായ ഐരാവതത്തിന്മേലേറി വജ്രവുമേന്തി വരുന്ന ശക്രനെ പോലും കോപം വന്നാൽ ഞാൻ കൊല്ലും. പിന്നെ ഈ 2 മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ആ അരക്കന്റെ വീമ്പുചൊൽ കേട്ട് അവന്റെ പെരുമ്പട കാലപാശബദ്ധമാകയാൽ അതീവ മോദമാർന്നു. യുദ്ധം കാണാൻ കൗതുകം പൂണ്ട് ഋഷികൾ, ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ,
ചാരണന്മാർ തുടങ്ങിയ മഹാത്മാക്കൾ വന്നു ചേർന്നു. ആ പുണ്യകർമ്മികൾ ഒത്തുചേർന്ന് തമ്മിൽ പറഞ്ഞു, ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ലോകസമ്മതന്മാർക്കും സ്വസ്തി സംഭവിക്കട്ടെ. പോരിൽ രാമൻ പൗരസ്യ നിശാചരരെ ചക്രായുധൻ രാക്ഷസരെ എന്ന പോലെ ജയിക്കുമാറാകട്ടെ. ഇങ്ങനെ പലവാറ് പറഞ്ഞുകൊണ്ട് കൗതൂഹലം പൂണ്ട് പരമർഷികളും വിമാനവർത്തികളായ ദേവന്മാരുമായി സൊടുങ്ങിയ അരക്കന്മാരുടെ പടയെ നോക്കി കണ്ടു. ഖരൻ തേരിൽ പടയുടെ മുമ്പേ പുറപ്പെട്ടു. സേനഗാമി പൃഥുഗീവൻ, യജ്ഞശത്രു, വിഹംഗമൻ, ദുർജയൻ, കരവീരാക്ഷൻ, പരുഷൻ, കാലകാർമുകൻ, ഹേമമാരി, മഹാമാരി, സർപ്പാസ്യൻ, രുദ്രാസനൻ എന്നീ 12 മഹാവീരന്മാർ ഖരന്റെ ചുറ്റുമായി സഞ്ചരിച്ചു. മഹാകപാലൻ, സ്ഥൂലാക്ഷൻ, പ്രമാഥൻ, ത്രിശിരസ് എന്നീ 4 പേർ സേനാഗ്രത്തിൽ ദൂഷണനെ പിന്തുടർന്നു. അതിവേഗമാർന്ന പോരിനു വെമ്പലാർന്ന രാക്ഷസ വീരന്മാരുടെ അഘോരസേന സൂര്യചന്ദ്രന്മാരെ ഗ്രഹസമൂഹം പോലെ രാമലക്ഷ്മണന്മാരെ പെട്ടെന്ന് നേരിട്ടണഞ്ഞു. അരണ്യകാണ്ഡം 24-ാം സർഗം. രാമരണസന്നാഹം. ഖരപരാക്രമനായ ഖരൻ ആശ്രമാഭിമുഖം വരവേ രാമനും ലക്ഷ്മണനും അതേ ദുർനിമിത്തങ്ങൾ കണ്ടു. പ്രജകൾക്ക് അഹിതം സൂചിപ്പിക്കുന്ന ഘോരങ്ങളായ ആ ദുർനിമിത്തങ്ങൾ കണ്ട് കോപം പൂണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഹേ വീര, സർവരാക്ഷസരെയും സംഹരിക്കാൻ സർവഭൂതങ്ങളെയും നശിപ്പിക്കാൻ ഉത്ഭവിച്ച ഈ ഉത്പാദങ്ങൾ കണ്ടാലും ഇരുമ്പലോടെ ചോര നിർച്ചൊരിഞ്ഞുകൊണ്ട് വിണ്ടലത്തിൽ കരുതു നിറമാണ്ട കൊണ്ടലുകൾ പറന്നുപോകുന്നു. പോരിൽ പേർ കൊണ്ട എന്റെ ശരങ്ങൾ പുകയുന്നു. വീണ്ടും വീണ്ടും പിടയ്ക്കുന്ന എന്റെ ഈ കൈ നമുക്ക് ജയം അടുത്തുണ്ടാകും, ശത്രുവിനെ പരാജയവും സംഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ലക്ഷ്മണ, നിൻ മുഖം പ്രസന്നവും സുപ്രഭവുമായി കാണപ്പെടുന്നു. പോരിനൊരുങ്ങുമ്പോൾ മുഖം നിഷ്പ്രഭമാകുന്നവർക്ക് മരണം ഏർപ്പെടും. അരക്കന്മാരുടെ അലർച്ചയും അവരടിക്കുന്ന പെരുമ്പറയുടെ ഘോരനാദവും കേൾക്കാകുന്നു. ആപത്ത് ശങ്കിക്കുന്ന ബുദ്ധിമാൻ ശുഭം വരാൻ വേണ്ടത് മുൻകൂട്ടി ചെയ്തു വെക്കണം. ആകയാൽ നീ പർവ്വതത്തിൽ മരങ്ങളാൽ ചൂഴപ്പെട്ട ഗുഹയിലേക്ക് അമ്പും വില്ലുമേന്തി സീതയെ കൂട്ടിക്കൊണ്ടുപോവുക. ഞാനീ പറഞ്ഞത് നീ എതിർക്കരുത്. എന്റെ പാദം തൊട്ട് ആണയിടുന്നു. വത്സ, വൈകാതെ പോക. നീ ശൂരനും വീരനുമാണ്. നീ ഇവരെ കൊല്ലാൻ പോന്നവനാണ്, സംശയമില്ല. എന്നാൽ ഈ അരക്കരയെല്ലാം എനിക്ക് തന്നെ കൊല്ലണം. രാമവാക്യം കേട്ട് ലക്ഷ്മണൻ ശരജാപങ്ങളും എടുത്ത് സീതയെയും കൂട്ടി ദുർഗമമായ ഗുഹയിൽ പ്രവേശിച്ചു. ലക്ഷ്മണൻ സീതയെയും കൂട്ടി ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ ആവൂ, സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞ് രാമൻ പോർച്ചട്ടയിട്ടു. അഗ്നിതുല്ലിൽ തിളങ്ങുന്ന കവചത്താൽ അലങ്കൃതനായ രാമൻ കൂരിരുളിൽ ആളിക്കത്തുന്ന ചന്തി പോലെ വിളങ്ങി. ആ വീരൻ വലിയ വില്ലും ശരങ്ങളും എടുത്ത് ഞാണൊലിയിൽ ദിക്കൊക്കെ മുഴക്കി നിലയുറപ്പിച്ചു. അപ്പോൾ ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും ചാരണന്മാരും യുദ്ധം കാണാൻ കൗതുകം കൊണ്ടുവന്നു ചേർന്നു. മഹർഷികളും ബ്രഹ്മർഷികളും ഒത്തുചേർന്നു. തങ്ങളിൽ പറഞ്ഞു, ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ലോകഹിതകാരികൾക്കും മംഗളം ഭവിക്കട്ടെ. പോരിൽ രാമൻ പൗലസ്ഥരായ രാത്രീന്ദ്രന്മാരെ വിഷ്ണു അസുരന്മാരെ എന്ന പോലെ ജയിക്കുമാറാകട്ടെ. ഇപ്രകാരം പറഞ്ഞ് പരസ്പരം നോക്കി വീണ്ടും പറഞ്ഞു, ഉഗ്രകർമാക്കളായ അരക്കർ 14,000 പേരുണ്ട്. ധർമാത്മാവായ രാമനോ ഒറ്റയ്ക്കും യുദ്ധം എങ്ങനെയായിത്തീരും? ഇങ്ങനെ കൗതൂഹലം പൂണ്ട് രാജർഷിമാരും സിദ്ധന്മാരും ദേവതകളും മറ്റും വിമാനത്തിൽ വാണു. തേജസ് പൂണ്ട് പൊർക്കളത്തിൽ നിൽക്കുന്ന രാമനെ കണ്ട് സർവഭൂതങ്ങളും പേടിച്ചരണ്ടു. അക്ലിഷ്ടകർമാവായ രാമന്റെ അകിടയേറ്റ രൂപം കരികൊണ്ട രുദ്രന്റെ മൂർത്തി പോലെ കാണപ്പെട്ടു. ദേവഗന്ധർവ ചാരണന്മാർ ഇപ്രകാരം പറകെ ഘോരങ്ങളായ ആയുധങ്ങളും ചർമ്മങ്ങളും ധ്വജങ്ങളും ഏന്തിയ സേന ഭയങ്കരമായ ഇരുമ്പിലോടെ ചൂഴവും കാണായി. നാനായുധങ്ങൾ ധരിച്ച ആ പെരുമ്പട കടൽ പോലെ രാമന്റെ നേർക്കണഞ്ഞു. രണവീരനായ രാമനാകട്ടെ എമ്പാടും കണ്ണു വായിച്ച് പോരിനായി വന്നണയുന്ന കരസേനയെ നോക്കി പെരുവില്ല് കുലച്ച് അവനാഴിയിൽ നിന്നും അമ്പുകൾ എടുത്ത് അരക്കരയൊക്കെ ഒടുക്കാൻ രാമൻ കൊടിയ കോപം കൈക്കൊണ്ടു. കാലാഗ്നി പോലെ ജ്വലിക്കുന്ന രാമന്റെ നേർക്ക് നോക്കാൻ ആർക്കും ആവാതായി. കലികൊണ്ട രാമനെ കണ്ട് വനദേവതകൾ വിറകൊണ്ടു. ദശന്റെ യാഗം ഒടുക്കുവാൻ ഒരുങ്ങി രുദ്രനെ പോലെ കാണപ്പെട്ടു. രാമന്റെ അപ്പോഴത്തെ ദുഷ്ടരൂപം വില്ലുകൾ, ആഭരണങ്ങൾ, തേരുകൾ, തീ പോലെ തിളങ്ങുന്ന പോർച്ചട്ടകൾ എന്നിവയാൽ ആ രാക്ഷസ സേന സൂര്യോദയത്തിലെ കാർമുകിൽ മാല പോലെ വിളങ്ങി.